ഇന്ന് നമുക്ക് ഇഞ്ചമ്പുളി ഉണ്ടാക്കാം. തൃശ്ശൂർ സ്പെഷ്യൽ ഇഞ്ചമ്പുളിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഭാഗത്തൊക്കെ ഇഞ്ചമ്പുളി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ചിലയിടത്തൊക്കെ ഇഞ്ചിക്കറി എന്നും അതുപോലെ പുളിഞ്ചി എന്നും ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഭാഗത്ത് ഇഞ്ചമ്പുളി തന്നെയാണ് പറയുന്നത്. അപ്പോൾ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 50 ഗ്രാമിൻ്റെ അടുത്താണ് പുളി എടുത്തിട്ടുള്ളത്. പുളി വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണേ. നമുക്കൊരു 1.5 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്നും കിട്ടും. ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആയിട്ടുണ്ട്. പുളി നന്നായിട്ട് കുതിർന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ കണ്ടോ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ പുളിയും ആ വെള്ളവും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു തവണ അടിച്ചു കഴിഞ്ഞിട്ട് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണിത്. ഈ മൺകലത്തിലാണ് ഇത് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്. നമ്മൾ സ്റ്റീൽ പാത്രം അലുമിനിയം പാത്രമൊക്കെ മാറ്റി നിർത്തിയിട്ട് മൺകലത്തിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണേ. നേരിട്ട് പുളി അതിലേക്ക് ചേർക്കാം. അത് ഇനി കട്ട പിടിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവണ്ടാച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ടൊന്ന് കലക്കിയെടുക്കുക. നന്നായിട്ട് കലങ്ങിയതിന് ശേഷം പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ എനിക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ എടുക്കുമ്പോൾ കുറവാണോ കൂടുതലാണോ എന്ന് നോക്കിയിട്ട് അത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ കൂട്ടി വയ്ക്കുക. നല്ലതായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കാം. പിന്നെ കുറഞ്ഞ തീയിൽ കിടന്നിട്ട് അതങ്ങ് വറ്റി കുറുകി വന്നോളും. അപ്പോൾ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര ഒരു ഉണ്ട ശർക്കരയുടെ പകുതി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയിട്ട് അങ്ങനെ എടുത്തുള്ള ആ ശർക്കരയുടെ ലായനിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു കപ്പൊക്കെ വരുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ശർക്കരയാണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ശർക്കരയിൽ വല്ല അഴുക്കുണ്ടോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർക്കുമ്പോൾ തീ കൂട്ടി വെക്കണേ. തീ കൂട്ടിയിട്ട് തിള വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് തെറിക്കും കയ്യുമ്മലേക്ക്. പിന്നെ ഈ ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരും. കറക്റ്റ് നമ്മളെ ഇഞ്ചമ്പുള്ളിയുടെ കളറിലോട്ട് തന്നെ മാറും. ഇനി തീ ഓഫ് ചെയ്യണ്ട. സിമ്മിലിട്ടിട്ട് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തിന് ഉപ്പോ അങ്ങനെ എൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ നല്ലതായിരിക്കും. ഇതിലിപ്പോൾ ഉപ്പും ഒക്കെ കറക്റ്റായിരുന്നു, മധുരവും കറക്റ്റായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് ഇടണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാകുമ്പോൾ ഇനി നമുക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു തേങ്ങാമുറിയുടെ പകുതി കൊത്തി എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും 4 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുക്കണം എന്ന് പറഞ്ഞാൽ ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ വറവെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഞ്ചമ്പുളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പം നമ്മൾ തീ കുറച്ച് തന്നെ വെച്ചിട്ടുള്ളത്. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ ചൂടിൽ തന്നെ സ്റ്റൗമ്മ തന്നെ വെച്ചേക്കാം. അപ്പോൾ ആ ചൂടിൽ തന്നെ കിടന്ന് പാകത്തിന് വറ്റി വന്നോളും. ഇനി വറ്റാനുണ്ടെങ്കിൽ തന്നെയും കറക്റ്റായിട്ട് വറ്റി കുറുകി വന്നോളും. പിന്നെ എപ്പോഴും തലേദിവസം വെച്ചേക്കാണ് ഏറ്റവും നല്ലത്. പിറ്റേ ദിവസം നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ തലേദിവസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും.
മൺകലത്തിൽ തന്നെ വെച്ചാൽ മതി, കലൊന്നും മാറ്റി വെക്കണ്ട. ഞാൻ എപ്പോഴും അങ്ങനെയായിട്ട് ഉണ്ടാക്കാറ്, തലേദിവസം വെച്ചേക്കും. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഈ കാണിക്കുന്നത്. അത് നല്ല കറക്റ്റായിട്ട് കുറുകി പാകത്തിനായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടോ ഈ ഇഞ്ചിമ്പുളി. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, കാരണം അതുപോലെ ടേസ്റ്റാണ്. എനിക്കിത് വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ വായിൽ വെള്ളം വന്നിട്ട് ഒരു രക്ഷയുണ്ടായില്ല. അതുപോലെ ഇഷ്ടമാണ് ഇത് കേട്ടോ, ഇഞ്ചിമ്പുളി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാവും പറഞ്ഞിട്ട് അവൻ്റെ പിറന്നാളിന് ഞാൻ ഉണ്ടാക്കിയത് അത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതണേ. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.